ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സൗദാസ് ദുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ്ങായി ഓടിക്കൊണ്ടിരിക്കുന്ന ക്യാരറ്റ് പുഡിങ്ങാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. ഇന്നലെ നമ്മളെ പെരുന്നാളിന് അപ്പം ഞാൻ ഇന്നലെ പെരുന്നാളിന് ഇതും പൈനാപ്പിളിൻ്റെ സൂഫ്ലയും ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. അപ്പം ഞാൻ 5 വലിയ ക്യാരറ്റ് എടുത്തുക്കണം. ഇതേപോലെ കഷ്ണങ്ങളാക്കി മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തുക്കണം. അതിലോട്ട് 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുത്തുക്കണം. നല്ലോണം അരച്ചെടുക്കുക. കഷ്ണങ്ങൾ ഉണ്ടച്ചിട്ട് പ്രശ്നമില്ല കേട്ടോ. ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് 4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒഴിച്ച് കൊടുത്തതിലോട്ട് നമ്മൾ ഈ അരച്ച മിക്സ് ഉണ്ടല്ലോ ക്യാരറ്റ്, അത് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പച്ചമണം പോകുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക കേട്ടോ. അങ്ങനെ ഇത് ചട്ടിയിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോൾ നമ്മൾക്ക് 1/2 കപ്പ് റവ, അത് വറുത്തതായാലും വേണ്ടിയില്ല വറുക്കാത്തതായാലും വേണ്ടിയില്ല, ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. കാരണം കുറച്ച് മധുരമാണല്ലോ നമ്മളെ പുഡിങ്ങൊക്കെ, അതുകൊണ്ടാട്ടോ. പിന്നെ 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കണം, റവ വേവാനുള്ളതാട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. അപ്പം ഇന്നലെ പെരുന്നാളായിട്ട് എനിക്ക് വീഡിയോ ഇടാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല. നമുക്ക് ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. നമുക്ക് 4 ഏട്ടനും ഒരു അനിയനും 3 പെങ്ങന്മാരുമാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. അപ്പോൾ അവരുടെ അടുത്തൊക്കെ പോകാണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഗുലാബ് ജാമിൻ്റെ പോലെ ഇങ്ങനെ ഓരോ ബോളാക്കി എടുത്തിട്ട് സ്റ്റീം ചെയ്യുകയാണ് കേട്ടോ. കണ്ടില്ല, ഇത് സ്റ്റീം ചെയ്ത് ഞാൻ 5 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്തുക്കണം. 2 പാക്കറ്റ് പാലെടുക്കണത്. നല്ലോണം തിളച്ച് വരുന്നതിലേക്ക് 4 ടീസ്പൂണ് കോൺഫ്ലവറാണ്. ഇനി കോൺഫ്ലവർ ഇല്ലയെന്നുണ്ടെങ്കിൽ കസ്റ്റേർഡ് എടുത്താലും മതിട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ് ഇത് കേട്ടോ. എന്നിട്ട് അതിങ്ങനെ കുറുകി വരുമ്പം 1/2 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരു മിൽക്ക് മെയ്ഡിൻ്റെ പകുതി ഒഴിച്ച് കൊടുത്ത്. മിൽക്ക് മെയ്ഡ് ഒഴിച്ചാൽ തന്നെ നമ്മളെ പുഡിങ്ങിനൊരു ടേസ്റ്റാണല്ലോ. ഞാൻ തിരുവരുത്ത വീട്ടിലാണ് കേട്ടോ. ഇന്നലെ പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ ശേഷം തിരുവരുത്ത വീട്ടിൽ വന്നാണ്. ഇക്കാക്കാൻ്റെ വീട്ടിലായിരുന്നു പെരുന്നാൾ കേട്ടോ. 2 അനിയന്മാരും ഇക്കാക്കി, അനിയന്മാരെ വൈഫും, എൻ്റെ ഇക്കാക്കാൻ്റെ വൈഫ്, പിന്നെ ഞങ്ങൾ 5 പെങ്ങന്മാർ, എല്ലാവരും കൂടെ ഇന്നും ഇവിടെ പെരുന്നാൾ. അപ്പോൾ ഇതാ പുഡിങ്ങൊക്കെ റെഡിയായി വന്ന് മിൽക്ക് മെയ്ഡ് നല്ല എസൻസൊക്കെ ഒഴിച്ച് നല്ല കുറുകി വന്നതിലോട്ട് നമ്മൾ ബോൾസാക്കി വെച്ചില്ല ക്യാരറ്റ്, ഇതിൻ്റെ മേലെ അങ്ങനെ ഇട്ട് കൊടുക്കും. ഇതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് അരിഞ്ഞത്, കുറച്ച് ബദാമും ഇട്ട് കൊടുത്ത്, കയ്യിൽ എന്താ ഉള്ളത് വെച്ചാൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിസ്ത ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അപ്പം എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തു. ഇന്നലെ മലപ്പുറത്ത് ഉണ്ടാക്കിയത് ഞാനത് ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്ന ഈ പുഡിങ് കേട്ടോ. അതേപോലെ ഞാൻ പൈനാപ്പിൾ സൂഫ്ലയും ഉണ്ടാക്കി. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. പുഡിങ്ങൊക്കെ വരുമ്പോഴത്തേനൊക്കെ കഴിഞ്ഞിരുന്ന്. പിന്നെ കക്കാൻ്റെ വീട്ടിലാണ്. ഇവിടെ 3 വീട്ടിൽ ഓരോ വീട്ടിലാണ് ഓരോ പെരുന്നാൾ കഴിക്കൽ. അപ്പം ഇന്നലെ കാക്കാൻ്റെ വീട്ടിലാണ്, ഇന്നും കാക്കാൻ്റെ വീട്ടിലാണ്.